നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പൊ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തെന്താ? ഏത് വഖഫ് ബോർഡാ? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളാം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാ അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെന്റിനും പാടായിരിക്കും. അപ്പോ വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പൊ എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെന്റിന് അതിന്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് മുനമ്പത്തെ വഖഫ് വിഷയം വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ശരിയാക്കി തരാം എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശൻ്റെ ഗീർവാണമൊക്കെ കേട്ടിട്ട് വി ഡി സതീശനെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഭരണത്തിലേറ്റി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ആഴ്ച 1 കഴിഞ്ഞപ്പോൾ മുതലാണ് ഇതുവരെ 10 മിനിറ്റ് ആയില്ലേ സതീശ എന്ന് ചോദിച്ചുകൊണ്ട് ആക്ഷേപങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി LDF ഒരുക്കി കൊടുത്ത ക്യാപ്സൂളുമായിട്ട് കഴിഞ്ഞ ദിവസം ജനങ്ങളെ വന്നു കണ്ട, മാധ്യമങ്ങളെ വന്നു കണ്ട വി ഡി സതീശൻ എന്ന പുതിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ കാണുന്നത്. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതെല്ലാം ഇവർ രണ്ടുപേരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ്, പുതിയ നാടകമാടുകയാണ്. എങ്ങനെയാണെന്നല്ലേ ലളിതമായിട്ട് പറഞ്ഞുതരാം. ന്യൂനപക്ഷ വിഷയം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം, അതായത് പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ 10 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ 2 മുന്നണികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു? ഇല്ല എന്നാണ് ഉത്തരം. ഏതവസരത്തിലും ഇവർക്ക് 2 കൂട്ടർക്കും ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അതിനുവേണ്ടി നിയമസഭയിൽ പ്രമേയം വരെ പാസ്സാക്കിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിൽ അവർ 2 കൂട്ടരും മുസ്ലിങ്ങളുടെ ഒപ്പമായിരുന്നു. ആ നിയമത്തിനെതിരെ നമ്മുടെ നിയമസഭയിൽ അവർ പ്രമേയം പാസ്സാക്കി. എന്തിന് കൂടുതൽ പറയാൻ, മുത്തലാഖ് നിരോധന നിയമം വന്നപ്പോഴും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരൊറ്റ നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മുസ്ലിം പുരുഷന്മാരുടെ കൂടെ നിൽക്കുന്ന നിലപാടായിരുന്നു. എന്തിന് കേരളത്തിനെ ബാധിക്കാത്ത കാര്യമായിട്ട് പോലും ലക്ഷദ്വീപിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവിടുത്തെ ഈ കേന്ദ്ര ഭരണകൂടങ്ങൾ ചെയ്തപ്പോൾ അതിനെതിരെയും ഇവിടെ പ്രമേയം പാസ്സാക്കിയവരാണ്. അങ്ങനെ ഓരോ സമയത്തും മുസ്ലിങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്തെങ്കിലും ബാധിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ പോലും LDFും UDFും ഒരുപോലെ അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മുനമ്പം വിഷയത്തിൽ, വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ മാത്രം ഇവരിങ്ങനെ 2 രീതിയിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ചുമ്മാതാണ്, ഉഗ്ര നാടകമാണ് നടക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം എന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം അന്ന് 10 മിനിറ്റ് കൊണ്ട് പിണറായി വിജയന് ശരിയാക്കി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ? പറ്റുമല്ലോ, പിന്നെ എന്തേ ചെയ്തില്ല? അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടുക മുനമ്പം നിവാസികളായിട്ടുള്ള ലത്തീൻ കാത്തലിക്കർക്കും പിന്നെ കുറച്ച് ഈഴവ കുടുംബങ്ങൾക്കുമാണ്. അത് പാടില്ലല്ലോ. കാര്യം അവർ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇടതുപക്ഷവും വലതുപക്ഷവും നിൽക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിക ജമാഅത്ത് വിഭാഗത്തിനോടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഫേവറായിട്ടുള്ള കാര്യം മാത്രമേ നടക്കാവൂ. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കണം. അതിനാണ് ഈ മുനമ്പം ജനതയെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് LDF നിയോഗിച്ച അല്ലെങ്കിൽ നിയമിച്ച വഖഫ് ബോർഡ് ഈ പുതിയ സർക്കാരിനിട്ട് 8ന്റെ പണി നൽകുകയായിരുന്നു എന്നാണ് വി ഡി സതീശൻ്റെ രോദനം. ശരി, അവർ ഈ വഖഫ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ സർക്കാരിനത് റദ്ദ് ചെയ്യാമല്ലോ. അങ്ങനെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ആ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ്. ഇത് പക്ഷേ വി ഡി സതീശനാണ്. യോഗിയുടെ നട്ടലിൻ്റെ ഉറപ്പൊന്നും വി ഡി സതീശനില്ല. യോഗിയല്ല വി ഡി സതീശൻ. യോഗി അങ്ങനെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കൾ പോലും അനധികൃതമാണ് എന്ന് കണ്ടിട്ട് അതൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ഇവിടെയും പറ്റുമല്ലോ. ഇതേ വി ഡി സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഇത്ര തടസ്സം? 10 മിനിറ്റിന് 10 ദിവസം കൂടി എടുത്തോളൂ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത് റദ്ദാക്കുക, അതിനുശേഷം ആ ഭൂമി അത് വില കൊടുത്ത് വാങ്ങിയ മുനമ്പം നിവാസികൾക്ക് കൊടുക്കുക. 10 മിനിറ്റ് എന്നത് കുറച്ച് തള്ളി വെച്ചതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്ക് പറ്റും. അതിന് പകരം ഇറങ്ങിപ്പോയ LDF സർക്കാർ അവർ നിയോഗിച്ച
ആ വഖഫ് ബോർഡ് ഇതാ ഞങ്ങൾക്ക് ടെറ്റിൻ്റെ പണി തന്നിരിക്കുന്നു, ഇനി അത് ബുദ്ധിമുട്ടാണ്, 10 മിനിറ്റ് അല്ല 10 ദിവസമല്ല 10 വർഷം കഴിഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോൽവി സമ്മതിക്കുകയാണ് ഇവിടെ വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം പണി തന്നത് LDF സർക്കാരാണ്, പിണറായി വിജയനാണ്, എന്നെക്കൊണ്ട് പറ്റില്ല മുനമ്പം നിവാസികളെ, ഞാൻ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ 10 മിനിറ്റ് കൊണ്ട് വാക്ക് പാലിക്കുമായിരുന്നു, പക്ഷേ ഇതാ അവർ എനിക്കിട്ട് പണി തന്നിരിക്കുന്നു, നിങ്ങൾക്കിട്ട് പണി തന്നിരിക്കുന്നു എന്ന് അവരെ പറ്റിക്കണം, ജനങ്ങളെ പറ്റിക്കണം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന്, ആ കൂട്ടരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന് ഈ രാജ്യത്ത് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അതായത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമമായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. അപ്പോൾ അവർ ഈ വഖഫ് ബോർഡിൻ്റെ കേസിൽ 2 പക്ഷമായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തെ ബാധിക്കാത്ത ലക്ഷദ്വീപിൻ്റെ കാര്യത്തിന് പോലും ഒറ്റക്കെട്ടായിട്ട് നിന്നവരവർ. പലസ്തീൻ്റെ കാര്യത്തിൽ എത്രയോ റാലികൾ, എത്രയോ സമ്മേളനങ്ങൾ, കൂടാതെ നമ്മുടെ നിയമസഭയിൽ പ്രമേയം വരെ പാസ്സാക്കി. ഒരു പലസ്തീനെ നേരിട്ട് കണ്ടിട്ട് പോലും കാണില്ല ഈ വി ഡി സതീശനും പിണറായി വിജയനും, എന്നിട്ട് പോലും ചെയ്താണ്. അപ്പോൾ അവർ ഒരേ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമേ നിൽക്കൂ. ആ ഒരു കൂട്ടർക്ക് ഫേവറായിട്ടുള്ള തീരുമാനം വരാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ നാടകങ്ങൾ കളിക്കുന്നത്. ഇങ്ങനെ കുറേ കൂടെ പോകുമ്പോൾ മനസ്സ് മടുത്ത, ജീവിതവും മടുത്ത മുനമ്പത്തെ നിവാസികൾ സർക്കാർ വെച്ച് നീട്ടുന്ന കിട്ടുന്നതും വാങ്ങി, അതായത് കാസർഗോഡോ മറ്റെവിടെങ്കിലും അവർ പകരമായിട്ട് കൊടുക്കുന്ന ഭൂമിയും വാങ്ങി അങ്ങോട്ടേക്ക് പോകുമെന്നും ഒടുവിൽ ഈ തീരപ്രദേശത്ത് കിടക്കുന്ന ഈ സ്ഥലം വഖഫ് ബോർഡിന് തന്നെ കിട്ടുമെന്നും ഉള്ള പ്രതീക്ഷയിലാണ് ഈ മുഴുവൻ നാടകങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ വന്ന് ഈ ന്യായീകരണ ക്യാപ്സൂൾ വിതറിയപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വന്ന്, കണ്ടോ പിണറായി സർക്കാരാണ് ഇത് പണി കൊടുത്തതെന്ന്. എന്തേ ഈ 2 കൂട്ടർക്കും അറിയാൻ മേലാതാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇവരുടെ കാര്യത്തിൽ ഈ 2 കൂട്ടർക്കും പ്രതിപക്ഷമൊന്നും ഭരണപക്ഷമൊന്നും ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ നിയമസഭയിൽ 140 MLA-മാരുണ്ടെങ്കിൽ ആ 140 MLA-മാർക്കും ഒറ്റ സ്വരമായിരുന്നു അത് ഈ കൂട്ടർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഇവിടെ ഈ ഇന്ത്യയിൽ ഏത് ഒരു തീരുമാനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്ന് അവർ ചോദിക്കുന്ന കാര്യത്തിന് 140 MLA-മാരും അവരുടെ പക്ഷത്തായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ മാത്രം ഇടതുപക്ഷവും വലതുപക്ഷവും 2ആയിട്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാടകമാണ്, പക്കാ നാടകം. വീണാൽ നഷ്ടം മുനമ്പത്തെ ജനതയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നേ പറയാനുള്ളൂ. എന്താ പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് വഖഫ് ബോർഡ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മതി. ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ്.